ലൈംഗികമായ വിഷയങ്ങളിൽ ഭാര്യയും ഭർത്താവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളുണ്ട്. അത് മനഃശാസ്ത്രജ്ഞർ പറഞ്ഞു എന്നതിലപ്പുറം ഇതൊരു സൈക്കോളജിയുമായി ബന്ധപ്പെട്ടൊരു വിഷയവും കൂടെയാണ്. അതിലെല്ലാം അപ്പുറം ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് കൂടെയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ചില പാഠങ്ങളും കൂടെയാണിത്. ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയേ. പല ഘട്ടങ്ങളിലും ഈ വിഷയം ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ കുടുംബജീവിതത്തിൽ വിളിച്ചു വരുത്തുന്ന ധാരാളം ആളുകളുണ്ട്. ഇതുനിമിത്തം ഷണ്ഠയിലായിപ്പോയ ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റായ വളരെ ചെറിയ 3 കാര്യങ്ങൾ ഇത് മനസ്സിലാക്കി ഇതൊരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു നിയ്യത്തെടുക്കുക. അല്ലാഹു തആല നല്ല കുടുംബജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും ഭർത്താവ് തൻ്റെ ഭാര്യയോട് മറ്റൊരു പുരുഷനെക്കുറിച്ച് അമിതമായി വർണ്ണിച്ച് പറയാതിരിക്കുക. അവൻ്റെയൊക്കെ ഒരു ബോഡി ഉണ്ടില്ലേ, എന്തൊരു മസിലാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാം. അവനൊക്കെ നടക്കണം നടത്തം കണ്ടില്ലേ, എടി എൻ്റെ കൂട്ടുകാരനുണ്ട്, എന്തൊരു ബോഡിയാണെന്നറിയോ. നിരന്തരം 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 ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഭാര്യയെ പറ്റി അവളുടെ ഒരു കൂട്ടുകാരിയെ കുറിച്ചിട്ട് അവൾക്ക് എന്ത് ഗ്ലാമറാണെന്നറിയോ, അവൾക്കൊക്കെ എന്ത് നല്ല ശരീരമാണെന്നറിയോ, അവളെന്ത് ഗ്ലാമറാണെന്നറിയോ, എന്ത് ഭംഗിയാണെന്നറിയോ. അങ്ങനെ പലപ്പോഴും സ്ത്രീകൾ പറയുന്നതിനേക്കാളപ്പുറം പുരുഷന്മാരായിരിക്കും വർണ്ണിക്കുക. അപ്പോൾ ഒരിക്കലും പരസ്പരം അത്തരം വർണ്ണനകൾ അമിതമാകാതിരിക്കുക എന്നുള്ളതാണ്. അതായത് പുരുഷൻ മറ്റൊരു പുരുഷനെക്കുറിച്ച് സ്ത്രീയോട് പറയുക ധാരാളമായിട്ട്, അതുപോലെ തൻ്റെ ഭാര്യ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പുരുഷനോട് അമിതമായി പറയാം. കാരണം മനുഷ്യരാണ്, അങ്ങനെ പറഞ്ഞാൽ അവരോടൊരാഗ്രഹം തോന്നാനിടയാകുമെന്ന് പറയുന്നത് അത് സൈക്കോളജിസ്റ്റുകൾ മാത്രമല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കാണാം. ലാ തുബാശിരിൽ മർഅത്തുൽ മർഅത ഫതനഅതുഹാ ലിസൗജിഹാ കഅന്നഹു യൻദുറു ഇലൈഹാ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു സ്ത്രീ അവൾ മറ്റൊരു സ്ത്രീയുമായി സഹവസിച്ചു. ഇപ്പോൾ നമ്മുടെ ഭാര്യമാർ, അവർക്ക് ധാരാളം കൂട്ടുകാരികളുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. അവരുടെ സഹവാസം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോടിരുന്ന് അവളുടെ ഒരു കൂട്ടുകാരിയെക്കുറിച്ച് അമിതമായി പുകഴ്ത്തി അവളുടെ ശാരീരികമായ ഒരുപാട് പ്രത്യേകതകൾ, അവളുടെ ഒരുപാട് കഴിവുകൾ ഇതിങ്ങനെ അമിതമായി പറഞ്ഞുകൊണ്ടിരിക്കരുതേ. അത് ആ സ്ത്രീയിൽ ആ പുരുഷന് ഒരു താല്പര്യം ജനിക്കാൻ കാരണമാകുമെന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കൃത്യമാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അപകടം ഉണ്ടായിട്ടുള്ള ധാരാളം കുടുംബങ്ങളുണ്ട്. രണ്ടാമത്തേത്, പരസ്പരം ലൈംഗിക ബന്ധത്തിലേക്ക് പരസ്പരം ക്ഷണിക്കപ്പെട്ടാൽ ഒരു കാരണവുമില്ലാതെ ആ ക്ഷണത്തെ നിരസിക്കാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ ദീനിൽ ഇഷ്ടമില്ലാത്ത, അള്ളാഹിൻ്റെ ഹബീബിന് താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ്. അതായത് ഭാര്യ ഇപ്പോൾ ഭർത്താവിനെ ക്ഷണിക്കുകയാണ്, ഒന്ന് പോടിയായിരുന്നു വെറുതെ മനുഷ്യനെ ഇടങ്ങാറാക്കാനായിട്ട് എന്ന് പറയാൻ പാടില്ല. ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. അത് സൈക്കോളജിക്കലി അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് മോശമായ വിഷയമൊന്നുമില്ല. ഇപ്പം ചില തെറ്റിദ്ധാരണയുണ്ട് ചില സ്ത്രീകൾക്ക്, ഞാൻ എങ്ങനെ ഭർത്താവിനെ, എനിക്കൊരാഗ്രഹം ഉണ്ടല്ലോ, ഞാൻ എങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കും, അദ്ദേഹം എന്തെങ്കിലും മോശമായിട്ട് വിചാരിക്കും, അങ്ങനെ ഒരു ചിന്ത തന്നെ കുടുംബജീവിതത്തിൽ പാടില്ല എന്നുള്ളതാണ്. അത്തരം വിഷയങ്ങളെ വേണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഭർത്താവിനെ വിളിക്കണം, ഇത് ഭർത്താവും മനസ്സിലാക്കി വെക്കണം. അവളൊരു മനുഷ്യ സ്ത്രീയാണ്. പലപ്പോഴും പല കുടുംബങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫിലുള്ള ഒരുപാട് സഹോദരങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണത്. നമ്മുടെ ഭാര്യമാരെ പരിഗണിക്കാതെ, അതിനർത്ഥം നിങ്ങൾ ഗൾഫിൽ പോകരുതെന്നോ അല്ലെങ്കിൽ ഗൾഫുകാരുടെ ഭാര്യമാരൊക്കെ അങ്ങനെയാണെന്നൊന്നും അല്ലാട്ടോ ഈ പറയണേ. ഭാര്യമാരെ പരിഗണിക്കാത്ത ഒരുപാട് ഗൾഫുകാരുണ്ട്. അവരെ നിങ്ങൾ കൃത്യമായിട്ട് പരിഗണിക്കുക. അവരെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത്രയും ഹയർ, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭംഗിയായി ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ ലൈംഗിക ബന്ധം കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മളെ ശാരീരികമായി നല്ല സ്റ്റെബിലിറ്റി നമുക്കുണ്ടാകും, മാനസികമായ ആരോഗ്യം ലഭിക്കും. നമ്മൾ സ്ട്രെസ്സിലാണെങ്കിൽ, അതായത് നമ്മുടെ മനസ്സാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഭാര്യയുമായിട്ട് ഒന്ന് സെക്ഷുവലായി നിങ്ങൾ ബന്ധപ്പെട്ട് നോക്കൂ, നിങ്ങളുടെ മൈൻഡിന് ലഭിക്കുന്ന സന്തോഷം വലുതാണ്. ഇത് ആധികാരികമായി ഇസ്ലാമികമായി മാത്രമല്ല, സൈക്കോളജിക്കലി നമുക്ക് പറയാൻ പറ്റുന്നൊരു വിഷയം കൂടെയാണ്. അപ്പോൾ ഭാര്യ ക്ഷണിച്ചാൽ ഭർത്താവ് നിരസിക്കാൻ പാടില്ല, ഭർത്താവ് ക്ഷണിച്ചാൽ ഭാര്യയും നിരസിക്കാൻ പാടില്ല. അപ്പോൾ ചോദിക്കും, ഉസ്താദ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും പെയിനൊക്കെ ഉണ്ടെങ്കിലോ? നമുക്ക് ലൈംഗിക ബന്ധം ഹറാമായ സമയങ്ങളുണ്ട്. ഹറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ നമ്മുടെ
താഴെയുള്ള ഭാഗത്തിൽ നിന്ന് സുഖമെടുക്കാതെ ബാക്കി എന്തും അനുവദനീയമാണ് ഇസ്ലാമിൽ. ഇനി ആ സമയത്ത് നിങ്ങൾക്ക് തീരെ ടയർഡാണ്, പറ്റുന്നില്ല, ബാക്കി ഒന്നിനും പറ്റുന്നില്ല, അല്ലെങ്കിൽ സാധാരണ ഘട്ടത്തിൽ തന്നെ നമ്മളാകെ ടയേർഡ്, ജോലി ചെയ്താകെ ക്ഷീണിച്ചു, ആ സമയത്താണ് ഹസ്ബൻഡ് വിളിക്കണമെങ്കിൽ മാന്യമായിട്ട് പറയാം, ഇന്ന് വേണോ, ഞാൻ ആകെ ടയേർഡാണ്, നല്ല പെയിനുണ്ട്, അത് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ ഞാനും കൂല, നിങ്ങൾ ഒരു പണിയുണ്ടോ നോക്ക്, അങ്ങനെ പറയരുത്. അതുപോലെ ഭർത്താവാണെങ്കിലും ഒന്ന് പോയിക്കേടി അവിടെ നിന്ന് മനുഷ്യനാകണമെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങളെ ഈ വിഷയത്തിൽ പാടില്ല. അവിടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഒരു സ്നേഹത്തോടെ ഒരു ചുംബനം കൊടുത്തിട്ട് അവളോട് പറയാം, നിനക്ക് ആകെ ടയർഡാണ്, നമുക്ക് നാളെ പോരാ, ഞാൻ ആകെ നാളെ അതിന് വെൽ പ്രിപ്പയർഡ് ആയിരിക്കാം. അത് നമ്മുടെ മാനസികമായ ഐക്യത്തിന് അത് ഏറെ നല്ലതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു ഗൗരവമുള്ളൊരു ഹദീസുണ്ട്. ഒരാൾ തൻ്റെ ഭാര്യയെ വിരിപ്പിലേക്ക് ലൈംഗികമായ വിഷയത്തിൽ ക്ഷണിച്ചു. അകാരണമായി, ഒരു കാരണമില്ലാതെ അവൾ ആ മനുഷ്യനെ തടഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് അവളോട് കോപിഷ്ഠനായി അന്ന് കിടന്നുറങ്ങിയാൽ ആ രാത്രി മുഴുവൻ മാലാഖമാർ, മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ വിഷയത്തിൽ രണ്ടുപേരും വളരെ സൂക്ഷ്മത പുലർത്തുക. അപ്പോൾ ഇടയ്ക്കിടെ ചില ആളുകൾ ഇന്നിപ്പോൾ സെക്ഷുവലായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ബന്ധപ്പെട്ട, അങ്ങനെയല്ല. ഇടയ്ക്കിടെ അതിനുള്ളൊരു സമയം കണ്ടെത്തുക, റൊമാൻറ്റിക് ആവുക. ലൈഫിലും റൊമാൻസ് ഇങ്ങനെ നിലനിൽക്കണം. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഈ സെക്ഷുവൽ വിഷയങ്ങളെന്ന് പറയുന്നത് അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, കുഞ്ഞുങ്ങളുണ്ടാകാനാണെന്ന്. അതൊന്നല്ല, അതിൻ്റെ ഒരു കാരണം മാത്രമാണ്. നമ്മെ മാനസികമായും ശാരീരികമായും ഉന്മേഷഭരിതരാക്കാൻ, നമുക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാകാൻ, സ്ട്രെസ്സ് കുറഞ്ഞു പോകാൻ, ഇതിനൊക്കെ ഈ സെക്ഷുവലായ വിഷയങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഭാര്യയ്ക്കൊരിക്കലും ഭർത്താവല്ലാതെ മറ്റൊരാളെ തേടി പോകാൻ പാടുണ്ടോ? ഹറാമാണ്, പോകാൻ പാടില്ല. ഭർത്താവിനും അവൻ്റെ ലൈംഗികമായ വിഷയങ്ങളിൽ പൂർത്തീകരണം ലഭിക്കാൻ മറ്റൊരു വഴി തേടാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് അവന് ഭാര്യയെ കൊടുത്തിട്ടുള്ളത്. പരസ്പരം നിങ്ങൾ രണ്ടുപേരുമാണ് അനുവദനീയമായവർ. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സഹകരിച്ച് റാഹത്തായി ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരോട്, ഫ്രണ്ട്സിനോട് അത്തരം വിഷയങ്ങളിൽ ഭർത്താവിനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ സംസാരിക്കാനേ പാടില്ല. കാരണം ഇത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. സൈക്കോളജിക്കലി ഇതിപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താവിൻ്റെ കഴിവുകേടിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിവിൻ്റെ വിഷയമായിക്കോട്ടെ, മറ്റൊരാളോട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു സ്ത്രീയോട് ഭാര്യ പോയിട്ട് എൻ്റെ ഭർത്താവ് അങ്ങനെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ചിലപ്പോൾ ഭർത്താവിനോട് താല്പര്യം തോന്നിയേക്കാം. തിരിച്ചും അങ്ങനെ തന്നെ കഴിവുകേടാണെങ്കിലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ പോയിട്ട് നമുക്ക് ഒരു ചികിത്സാവശ്യാർത്ഥം പറയാമെന്നല്ലാതെ ഒരിക്കലും ഭർത്താവിനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഇത്തരം വിഷയത്തിന് ശേഷം മറ്റൊരാളോട് കാര്യങ്ങൾ പങ്കുവെക്കാൻ പാടില്ല. കാരണം ചില ഫ്രണ്ട് സർക്കിളിനിടയിൽ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട്, എടാ ഇന്നലത്തെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അവിടെ ഒരു വല്ലാത്ത എക്സ്പ്ലനേഷൻ കൊടുക്കുന്നവർ ഏറ്റവും നശിച്ചവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നശിച്ചവരാണവർ. അവരെപ്പോലെ മോശമായ ഒരു മനുഷ്യരില്ല. കാരണം ഹദീസുണ്ട്, അശറുന്നാസ്, ജനങ്ങളിലെ ഏറ്റവും നശിച്ചവർ, പദവി കൊണ്ട് ഏറ്റവും താഴേക്കിടയിലുള്ളവർ, ഏറ്റവും നശിച്ചവർ ആരാണ്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു, എന്നിട്ട് അവളെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ പുറത്തുപോയി പറയുന്നവൻ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടു, അവനെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ പുറത്തുപോയി പറയുന്നവൻ, അങ്ങനെയുള്ള ആളുകൾ ഖിയാമത്ത് നാളിൽ ഏറ്റവും തരം താഴുന്ന നശിച്ചവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ മനസ്സിലാക്കേണ്ടതും സൈക്കോളജിക്കലായി സൈക്കോളജിസ്റ്റുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യവും അതിനെല്ലാം അപ്പുറം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് വ്യക്തമായ കാര്യവുമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ശ്രമിക്കുക. പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും അത്തരമൊരു കുടുംബജീവിതം നയിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.